ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. എന്തിനാണ് വിവാഹം കഴിക്കുന്നത്? ചേട്ടന്മാർക്കെന്ന് പറയും, എന്തിനാ കല്യാണം കഴിച്ചത്? അമ്മച്ചിമാരെ പറയാമോ, എന്തിനാ കല്യാണം കഴിച്ചത്? ആരൊന്നും മിണ്ടുന്നില്ല. ചുമ്മാ രസം, ചുമ്മാ രസത്തിന് കല്യാണം കഴിച്ചാണോ? എന്തിനാ കല്യാണം കഴിച്ചത്? ഒരിക്കലും ഇങ്ങനെ കൺവെൻഷൻ വെച്ചപ്പോൾ ഒരാൾ പറഞ്ഞു, മക്കൾക്ക് ജന്മം നൽകാനാണ്. ശരിയാണോ? ശരിയാണ്. അത് വിവാഹ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് മക്കൾക്ക് ജന്മം നൽകുക എന്നുള്ളത്. വിവാഹത്തിലേക്ക് രണ്ട് വ്യക്തികളെ ചേർക്കുന്നത് സ്നേഹിക്കാൻ വേണ്ടിയാണ്. സ്നേഹിക്കാൻ വേണ്ടി രണ്ട് വ്യക്തികളെ ദൈവം ഒന്നിച്ചു ചേർക്കുക. അവർ ഇനി രണ്ടല്ല, ഒറ്റ ശരീരമാണ്. സ്നേഹിക്കാൻ വേണ്ടിയാണ് വിവാഹമെന്ന കൂദാശയിലൂടെ രണ്ടുപേരെ ഒന്നാക്കുന്നത്. വെളിപാടിന്റെ പുസ്തകത്തില് 2-ാം അധ്യായത്തില് 4-ാമത്തെ വചനം പറയുന്നു, നിനക്കെതിരെ എനിക്ക് ഒന്ന് പറയാനുണ്ട്. നിനക്ക് ആദ്യമുണ്ടായിരുന്ന സ്നേഹം നീ കൈപിടിച്ചു. നിനക്ക് ആദ്യമുണ്ടായിരുന്ന സ്നേഹം നീ കൈപിടിച്ചു. എവിടെ വെച്ചാണ് നീ അധപ്പതിച്ചത് എന്ന് ചിന്തിക്കുക. ആദ്യ സ്നേഹത്തിലേക്ക് നീ മടങ്ങി വരിക. എവിടെ വെച്ചാണ് നിന്റെ കുടുംബ ജീവിതത്തില് താളം തെറ്റിയത്? എന്നു മുതലാണ് നിങ്ങളുടെ മനസ്സുകൾ, ഭാര്യാഭർത്താക്കന്മാരുടെ മനസ്സുകൾ തമ്മിൽ അകന്നുപോയത്? ഞാനൊന്ന് ചോദിക്കട്ടെ, വിവാഹത്തിന്റെ ആദ്യ നാളുകളിലെ ആ സ്നേഹവും ഹൃദയത്തിന്റെ അടുപ്പവും ഒക്കെ 25 വർഷമായപ്പോഴുണ്ടോ? ഇല്ല. ചിലരൊക്കെ ഇടയ്ക്ക് തലയാടുന്നുണ്ട്. ഇല്ല, ആ സ്നേഹം എവിടെ വെച്ച് നോക്കൂ നഷ്ടപ്പെട്ടു. എവിടെയൊക്കെയോ ജീവിതത്തില് താളക്രമങ്ങൾ നഷ്ടപ്പെട്ടു. മനസ്സുകൊണ്ട് അകന്നുപോയി. ഒരു ബെഡ്റൂമിൽ കിടക്കുമ്പോഴും മനസ്സുകൾ തമ്മിൽ ഏറെ കാതം അകലമുണ്ട്. മനസ്സുകൾ തമ്മിൽ വലിയ അകലമാണ്. ഒരു മുറിയിലാ കിടക്കുന്നത്, പക്ഷെ മനസ്സുകൾ തമ്മിൽ ഒത്തിരി അകന്നുപോയ ഭാര്യാഭർത്താക്കന്മാരെ നമുക്ക് കാണുവാൻ സാധിക്കും. അത് പുറമെ സമൂഹത്തില് നമുക്ക് ആളുകളെ ബോധ്യപ്പെടുത്തണ്ടേ? അതിനുവേണ്ടി സ്നേഹത്തിന്റെ ഒരു ശൈലിയില് അല്ലെങ്കിൽ കുറെയൊക്കെ വിട്ടുവീഴ്ച ചെയ്ത് കുടുംബജീവൻ നയിച്ച് പലരും അങ്ങ് പോകുന്നു എന്ന് മാത്രം. പല കുടുംബങ്ങളിലെയും ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ ആഴമായ ഒരു സ്നേഹത്തിന്റെ ബന്ധമോ വ്യക്തിബന്ധമോ ഇല്ല. ഞാൻ ഒരിക്കല് കോട്ടയം കളത്തിപ്പടി ക്രിസ്ത്യനില് നമ്മുടെ ധ്യാനം നടത്തുകയാണ്. അവിടെ ധ്യാനം നടക്കുമ്പോൾ ഒരു സഹോദരൻ എൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ബ്രദറെ, എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. ഞാൻ ചോദിച്ചു, എന്ത് പറ്റി? അവൾ വീൽ ചെയറിലാണ്. അവളുടെ മസില് വീക്കാകുന്ന, മസിലുകൾക്ക് ബലം നഷ്ടപ്പെടുന്ന, മസിൽ ശോഷിക്കുന്ന, ഞരമ്പുകൾക്ക് ബലം നഷ്ടപ്പെടുന്ന രോഗമാണ്. അതിന് MND എന്ന് പറയും, മോട്ടോർ ന്യൂറോ ഡിസീസ് എന്ന രോഗമാണ്. മെഡിക്കൽ സയൻസിന് അതിന് മരുന്നില്ല. ആ രോഗം വന്നാൽ ആ രോഗത്തോടു കൂടി തന്നെ ആള് ജീവിതത്തിൽ കടന്നു പോകും. അദ്ദേഹം പറഞ്ഞു, 3 കുഞ്ഞുങ്ങളുണ്ട്. കുഞ്ഞുങ്ങളൊക്കെ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്നു. ഭാര്യയ്ക്കൊരു 35 വയസ്സൊക്കെ കാണും. അദ്ദേഹം ഒരു ബാങ്കിലെ ഉദ്യോഗസ്ഥനാണ്. നല്ല കുടുംബജീവിതമാണ് ഞങ്ങളുടേത്. നല്ല സ്നേഹത്തിലാണ്. കുഞ്ഞുങ്ങളുണ്ട്. അദ്ദേഹം പറയുകയാണ്, എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. ഞാൻ ആ ബ്രേക്കിന്റെ സമയത്ത് ചെന്ന് ആ ഭാര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അമ്മയുടെ കൂടെ പ്രാർത്ഥിച്ചു. അപ്പോൾ അവിടെ കൈയൊക്കെ ഇങ്ങനെ ആ വീൽ ചെയറിൻ്റെ ആ സ്റ്റാൻഡിൽ ഇങ്ങനെ കെട്ടിവെച്ചിരിക്കുകയാണ് ബെൽറ്റിട്ട്. ആ കൈ ബെൽറ്റ് എടുത്താൽ കൈ ഇങ്ങനെ താന്ന് കിടക്കും. കൈക്ക് ബലമില്ല, കൈ ഒന്നും പൊങ്ങത്തില്ല. കഴുത്ത് ഇങ്ങനെ ഒരു സൈഡിലേക്ക് ചരിഞ്ഞാണ്. ഇവിടുത്തെ ബലമൊക്കെ നഷ്ടപ്പെട്ടു പോയി. ഞാൻ അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് കാപ്പി കുടിക്കാനൊക്കെ പോയി. പിന്നീട് ഏതോ സമയത്ത് ഈ സഹോദരൻ എൻ്റെ അടുക്കൽ വന്നിട്ട് എന്നോട് ചോദിച്ച ഒരു ചോദ്യം ഇതാണ്, ബ്രദറെ, കർത്താവ് എന്തെങ്കിലും സന്ദേശം നൽകിയോ? സൗഖ്യത്തിൻ്റെ അങ്ങനെ എന്തെങ്കിലും? ഞാൻ മറുപടി ഒന്നും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കാം. കാരണം സൗഖ്യത്തിൻ്റെ മെസ്സേജ് എനിക്ക് കർത്താവ് തന്നില്ല. ഞാൻ പറഞ്ഞു ഞാൻ പ്രാർത്ഥിക്കാം, കർത്താവ് കരുതും എന്നൊക്കെ പറഞ്ഞ് ഞാൻ ആശ്വാസമൊക്കെ പറഞ്ഞു വിട്ടു. അങ്ങനെ ആ ധ്യാനത്തിൽ അവർ പങ്കെടുത്തു. ധ്യാനത്തിൻ്റെ സമാപന ദിവസം അഭിഷേക പ്രാർത്ഥന എല്ലാം കഴിഞ്ഞു. എല്ലാവരും പിരിയാൻ തുടങ്ങി. ഹോളിൽ നിന്ന് എല്ലാവരും പറഞ്ഞു, ഇവർ മാത്രം പോയിട്ടില്ല. ആ മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു, ബ്രദറെ, ഒരിക്കൽ കൂടി എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് ചോദിച്ചു. ഞാൻ ഇറങ്ങിച്ചെന്നു. ആ മകൾക്ക് വേണ്ടി നന്നായിട്ട് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചു. അദ്ദേഹം എൻ്റെ ഫോൺ നമ്പർ മേടിച്ചു. അങ്ങനെ അവർ ധ്യാനം കഴിഞ്ഞ് മടങ്ങി. അപ്പം ഒരു നമ്മുടെ ടീമിലുള്ള പ്രേക്ഷിതയാണ് അവരെ ആ കുടുംബത്തെ ധ്യാനത്തിൽ കൊണ്ടുവന്നു. അത് കഴിഞ്ഞ ഒരു മാസം കഴിഞ്ഞ് കാണും. ഒരു ദിവസം ഇതാ ഈ
ബാങ്ക് മാനേജർ എൻ്റെ ഫോണിൽ വിളിക്കുന്നു. എനിക്ക് പരിചയമുള്ള നമ്പറില്ല, എങ്കിലും ഞാനത് എടുത്തു. സാധാരണ ഞാൻ ഫോൺ എടുക്കുന്ന പതിവില്ല, പക്ഷെ ഞാൻ എടുത്തപ്പോൾ പറഞ്ഞു ഇന്നയാളാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി. ഞാൻ ചോദിച്ചു എന്താണ്. എൻ്റെ ജീവിത പങ്കാളിക്ക് ഈ MND വന്നിട്ട് ഹാർട്ടിന് ഇപ്പോൾ പ്രശ്നമാണ്, കോട്ടയം കാരിത്താസിലാണ്. ആ ബ്രദറിനോട് എൻ്റെ ഭാര്യയ്ക്കൊന്ന് സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ടെന്ന് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു, ഫോൺ പിടിക്കാൻ പറഞ്ഞു, ചെവിയിൽ പിടിച്ചു. ഞാൻ അമ്മകളുമായിട്ട് സംസാരിച്ചു. ഞാൻ അമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. നമ്മുടെ ആഗ്രഹമായിരുന്നു പ്രാർത്ഥിക്കുന്നത്. ഞാൻ ഫോണിലൂടെ അമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ആ രാത്രി തന്നെ അവൾ ഈ ലോകത്തിൽ നിന്ന് യാത്രയായി. തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ്, അമ്മ, 3 കൊച്ചുകുട്ടികൾ. എനിക്കൊന്നു മൂത്ത കുട്ടി ഒരു 7ാം ക്ലാസ് ആയിക്കണം, ഇളയ കുട്ടി ഒരു 2ാം ക്ലാസ്. 3 കൊച്ചുകുട്ടികൾ. ആ കുഞ്ഞുങ്ങളെയൊക്കെ ഈ ഭൂമിയിൽ ആക്കി കണ്ണുനീരില്ലാത്ത ലോകത്തിലേക്ക് അവൾ ഒറ്റയ്ക്ക് യാത്രയായി. ഹല്ലേലൂയ. പിറ്റേ ദിവസം ആ പ്രേക്ഷിത എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ചേച്ചി ആ സഹോദരി മരിച്ചെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു വരുന്നത്, അതിന് പിറ്റേ മാസം ഈ പ്രേക്ഷിത വന്നപ്പോൾ എൻ്റെ അടുക്കൽ വന്നിട്ട് പറയാ, ബ്രദറെ ആ സഹോദരി മരിച്ചുപോയി. എന്നിട്ട് ആ കുടുംബത്തെക്കുറിച്ച് പറയുക. ആ ഭർത്താവ്, ഈ ഭാര്യ തീരെ വയ്യാതായപ്പോൾ അവധിയാണ്, 5-6 മാസമായിട്ട് അവധിയെടുത്ത് വീട്ടിൽ തന്നെയാണ്. ഈ രോഗാവസ്ഥയിലായിരിക്കുന്ന ഭാര്യയെ രാവിലെ എഴുന്നേറ്റ് അമ്മയുടെ കൂടെ സഹായിച്ച് കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണമൊക്കെ ഒരുക്കി, ഡ്രസ്സൊക്കെ യൂണിഫോമൊക്കെ തയ്ച്ച് കുഞ്ഞുങ്ങളെ ഇതൊക്കെ ഇടിപ്പിച്ച് ബസ്സൊക്കെ കയറ്റി സ്കൂളിൽ വിടും. ഈ ഭാര്യയെ എഴുന്നേപ്പിച്ച് ചാരി ഇരുത്തി പല്ലു തേപ്പിക്കും, മുഖം കഴുകും, വെള്ളം എടുത്തുകൊണ്ട് വെച്ച കാരണം അവിടെ കയ്യൊന്നും പൊങ്ങത്തില്ല. മുടി ചീകി കെട്ടിക്കൊടുക്കും, ബാത്റൂമിൽ എടുത്തുകൊണ്ട് പോകും. ഇതെല്ലാം ഈ മനുഷ്യനാണ് ചെയ്യുന്നത്. ആ സഹോദരി പറയുകയാണ്, ആ മരിച്ച ദിവസം ആ ശവസംസ്കാര ചടങ്ങിന്റെ അവസാന സമയങ്ങളിൽ വീട്ടിൽ നിന്ന് ആ ബോഡി എടുക്കാൻ തുടങ്ങിയ ഏറ്റവും പ്രിയപ്പെട്ടവര് ആ മൃതശരീരത്തിൽ ചുംബിക്കുക. ഈ ഭർത്താവ് തൻ്റെ ഓരോ മക്കളെയും അടുത്തു നിർത്തി ഓരോ കുഞ്ഞുങ്ങളും ചുംബിക്കുക. ഇളയ കൊച്ചിനെ എടുത്തു കൊടുത്ത് ഈ കുഞ്ഞുങ്ങളെല്ലാം വാവിട്ട് കരയുക. അമ്മയും എല്ലാം കൂട്ടക്കരച്ചില്ല. ഏറ്റവും അവസാനം ഈ മനുഷ്യൻ തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ ആ കവിളിലേക്ക് ഇങ്ങനെ പിടിച്ചിട്ട് ആ മുഖത്ത് വീണ് കിടന്ന് വാവിട്ട് നിലവിളിക്കുക. ഹല്ലേലൂയ. ആ സഹോദരി പറഞ്ഞു, നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല കാഴ്ച. അത്രമാത്രം ഭാര്യ ഭർത്താവിന് ഭയങ്കര സ്നേഹമായിരുന്നു. അത്രമാത്രം ഹൃദയത്തിന്റെ അടുപ്പമുണ്ടായിരുന്ന ആ കുടുംബം. ഭാര്യാഭർത്തൃബന്ധം എന്ന് പറയുന്നത് സ്നേഹത്തിന്റെ ഒരു ജീവിതമാണ്. അവിടെ സ്നേഹമാണ് 1ാം സ്ഥാനം. ഹൃദയങ്ങൾ തമ്മിലുള്ള ഒന്നാകൽ, മനസ്സുകൾ തമ്മിലുള്ള ഒന്നാകൽ. അതങ്ങോട്ട് കർത്താവ് പറഞ്ഞത്, ഞങ്ങൾ ഇനി 2 അല്ല 1 2 വ്യക്തികൾ ഒന്നാകുന്ന ഒരു അത്ഭുതമാണ് വിവാഹമെന്ന ആ കൂദാശയിലൂടെ സംഭവിക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന ഓരോ ഭാര്യയും ഓരോ ഭർത്താവും ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, നിങ്ങൾ എത്രമാത്രം നിങ്ങളുടെ ഭാര്യയെ സ്നേഹിക്കുന്നുണ്ട്, അല്ലെ ഭർത്താവിനെ സ്നേഹിക്കുന്നുണ്ട്, ജീവന തുല്യം സ്നേഹിക്കുന്നുണ്ട്. ഒന്ന് ക്ഷമിക്കുവാൻ, ഒന്ന് പൊറുക്കുവാൻ, ഒന്ന് മറക്കുവാൻ തയ്യാറായാൽ കുടുംബത്തിൽ കലഹമോ വഴക്കോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാവത്തില്ല. പല കുടുംബങ്ങളിലും അസ്വസ്ഥതകളും പ്രതികൂലങ്ങളും ഉണ്ടാകുന്നതിന് കാരണം ക്ഷമിക്കാൻ തയ്യാറല്ല, വിട്ടുവീഴ്ചയായിട്ട് തയ്യാറല്ലാത്ത ഭാര്യാഭർത്താക്കന്മാർ. അങ്ങനെ കുടുംബങ്ങളിൽ സമാധാനം ഉണ്ടാകത്തില്ല. അത് നിങ്ങളുടെ ഹൃദയങ്ങൾ ഒന്നാവണം. കുടുംബജീവിതം ധന്യമാകണമെങ്കിൽ, മക്കൾ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ, ഭാര്യാഭർത്താക്കന്മാരെ നിങ്ങൾ മനസ്സുകൊണ്ട് എന്തെങ്കിലും വിഷമുണ്ടെങ്കിൽ ക്ഷമിക്കണം. പൂർണ്ണമായിട്ട് ജീവിത പങ്കാളിക്ക് ക്ഷമ കൊടുത്ത് രമ്യതപ്പെടണം. ക്ഷമിക്കാതെ ഭാര്യ ഭർത്തൃബന്ധത്തില് മുൻപോട്ട് പോകുക അസാധ്യമാണ്. മനസ്സില് വെറുപ്പും വൈരാഗ്യമൊക്കെ സൂക്ഷിച്ച് വീട്ടില് വഴക്കൊക്കെ ഉണ്ടാക്കി ജീവിക്കുന്നതല്ല കുടുംബജീവിതം. നമ്മുടെ കുടുംബത്തില് സ്നേഹം നിറഞ്ഞു നിൽക്കണം. ഭാര്യയും ഭർത്താവും മക്കളുമെല്ലാം വലിയൊരു സ്നേഹത്തിന്റെ അനുഭവത്തില് ജീവിക്കണം. പല കുടുംബങ്ങളിലും പല പെൺകുട്ടികളും മറ്റു ചെറുപ്പക്കാരുടെ കൂടെ അല്ലെങ്കിൽ മറ്റു മതസ്ഥരുടെ കൂടെ പോകുന്നു. എന്താ കാരണം? കുടുംബത്തില് സ്നേഹമില്ലാത്ത അവസ്ഥ, സമാധാനമില്ല, മദ്യപിക്കുന്ന അപ്പൻ, വഴക്ക്, സ്വസ്ഥതയില്ല. വീട്ടിൽ അപ്പൻ്റെ അമ്മയുടെ ഒക്കെ കരുതലും സ്നേഹമില്ലാതെ വരുമ്പോൾ ഏതെങ്കിലുമൊക്കെ ചെറുപ്പക്കാർ ചിരിച്ചു കാണിക്കും, സംസാരിക്കും, ഇടപെടും. അങ്ങനെ സ്നേഹമാണെന്ന് വിചാരിച്ച് അവരുടെ കൂടെ എത്രയോ പെൺകുട്ടികൾ പോകുന്നു. ജീവിതം നരകമാക്കിയ അനുഭവങ്ങൾ, തകർന്ന ജീവിതങ്ങൾ.
നമ്മുടെ കുഞ്ഞുങ്ങളെ, അത് ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും, അവരെ നമ്മൾ ജീവനതുല്യ സ്നേഹിക്കുകയും അവരെ നമ്മൾ കരുതുകയും വേണം. ഓരോ പെൺകുട്ടിക്കും അമ്മമാര് കൂട്ടുകാരെ പോലെ ആയിരിക്കണം. ഒരു പെൺകുട്ടിക്ക് അമ്മയുടെ എല്ലാ കാര്യങ്ങളും പറയാൻ പറ്റണം. അത്രമാത്രം ഒരടുപ്പം അമ്മയ്ക്ക് കുഞ്ഞുങ്ങളോട്, പെൺകുഞ്ഞുങ്ങളോടുണ്ടാവണം. നമ്മുടെ ആൺകുട്ടികൾക്ക് മാതാപിതാക്കളുമായിട്ട് നല്ലൊരു ബന്ധമുണ്ടാവണം. നമ്മുടെ കുഞ്ഞുങ്ങള് ഇന്ന് വഴിതെറ്റിപ്പോകുക, മദ്യത്തിനും മയക്കുമരുന്നിനും തെറ്റായ ബന്ധങ്ങളിലൊക്കെ ജീവിച്ച് തകരുകയാ. ഈ അടുത്ത നാളില് 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയെ മയക്കുമരുന്നുമായിട്ട് പിടിച്ചു. ഇന്നത്തെ പത്രത്തിലുണ്ട്, നിങ്ങൾ കണ്ടു കാണും. കോഴിക്കോടും കൊച്ചിയിലൊക്കെ ചെറുപ്പക്കാരെ മയക്കുമരുന്നുമായിട്ട് പിടിച്ചതായിട്ട് ഇന്നത്തെ പത്രത്തിൽ പാഠം സംഗതിയുണ്ട്. പെൺകുട്ടി ഇന്നത്തെ പത്രത്തിലുണ്ട്, 3 പെൺകുട്ടികളെ മയക്കുമരുന്നുമായിട്ട് പിടിച്ചു. ട്രാൻസ്പോർട്ടേഴ്സില് പടമുണ്ട്. ചെറുപ്പക്കാരെ പെൺകുട്ടികളാ. അപ്പൊ അനേകം പെൺകുട്ടികളും ആൺകുട്ടികളുമൊക്കെ മയക്കുമരുന്നിന്റെ വിൽപ്പനക്കാരാ, അത് വഹിക്കുന്നവരാ, അതിന്റെ അടിമത്വത്തിലേക്ക് കടന്നു പോകുക. കഴിഞ്ഞ ദിവസം ഒരുപക്ഷെ നിങ്ങൾ കണ്ടോന്നറിയത്തില്ല, 2 ചെറുപ്പക്കാര് 2 പെൺകുട്ടികൾ, 4 പേര്, 4 ചെറുപ്പക്കാരാണ്. ഒരു 10-22 വയസ്സേ ഉള്ളൂ. 4 പേരെയും ലോഡ്ജിൽ വെച്ച് പിടിച്ചു. ഈ പെൺകുട്ടികള് കൂട്ടുകാരുടെ വീട്ടിൽ പോവാന്ന് പറഞ്ഞ് പോയതാ. പോയിട്ട് കൂട്ടുകാരോട് കൂടെ, കാമുകന്മാരുടെ കൂടെ ഹോട്ടലില്, ഒരു ഹോട്ടല്, അടുത്ത ഹോട്ടല്, ഇങ്ങനെ അമ്മയൊക്കെ വീട്ടിൽ നിന്ന് അപ്പം വിളിക്കുമ്പോൾ ഇവർ ഫോൺ എടുക്കില്ല. ഫോൺ എടുത്തു കഴിഞ്ഞാൽ കൂടെയുള്ള ആളിൻ്റെ കൂട്ടുകാരുടെ കൊടുക്കും. അവൾ പറയും ഞങ്ങൾ ഇന്ന വീട്ടിലാണ്. അവസാനം ഇതേ ഈ 2 പെൺകുട്ടികളും 2 ചെറുപ്പക്കാരെയായിട്ട് പിടിച്ചു. ഇനി അന്നത്തെ പത്രത്തിലുണ്ട്. ഹല്ലേലൂയ. മയക്കുമരുന്നുമായിട്ട് 10-20-25 വയസ്സുള്ള പെൺകുട്ടികളെ ആൺകുട്ടികളെ ഒന്നിച്ചാ പിടിക്കുന്നു. ഇന്നിത് ഒരു നിത്യ സംഭവമായിട്ട് മാറിക്കൊണ്ടിരിക്കുക. അപ്പൊ അനേകം പെൺകുട്ടികളും ആൺകുട്ടികളും ഒക്കെ മയക്കുമരുന്നിന്റെ അടിമകളാ. ഈ അടുത്ത നാളില് ഒരു ഡോക്ടർ എന്നോട് പങ്കുവെച്ച, ഏത് മെഡിക്കൽ കോളേജാണെന്നൊന്നും ഞാൻ പറയത്തില്ല, അവിടെ പഠിക്കുന്ന അനേകം ആൺകുട്ടികളും പെൺകുട്ടികളും, മെഡിസിന് പഠിക്കുന്ന ആൺകുട്ടികളും പെൺകുട്ടികളും മയക്കുമരുന്നിന്റെ അടിമകളാണ്. മെഡിസിന് പഠിക്കുന്ന കുട്ടികളാണ്. ഒരു കാലത്ത് അനേകം രോഗികളെ രക്ഷയിലേക്ക്, സൗഖ്യത്തിലേക്ക് നയിക്കേണ്ട കുട്ടികളാണ് മയക്കുമരുന്നിന്റെ അടിമകളാണ് ഇന്ന് മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന പല ആൺകുട്ടികളും പെൺകുട്ടികളും. അല്ലെങ്കിൽ ഒരു ദിവസം ഒരമ്മ എന്നെ ഫോണിൽ വിളിച്ചു. എനിക്ക് പരിചയമുള്ള ഒരു കുടുംബമാണ്. എന്നെ വിളിച്ചിട്ട്, മോള് ഹോസ്റ്റലിലാണ്, അവള് ചേർന്നു, ഹോസ്റ്റലിൽ അഡ്മിഷൻ കിട്ടി, ഹോസ്റ്റലിൽ താമസിക്കുകയാണ്. അവള് ഒരു മാസമായപ്പോഴത്തേക്ക് അമ്മയെ വിളിച്ചിട്ട്, അമ്മ എനിക്ക് ഹോസ്റ്റലിൽ നിൽക്കാൻ ഒക്കുകയില്ല. എന്താ കാര്യം? മുതിർന്ന കുട്ടികൾ, സീനിയേഴ്സ്, പല പെൺകുട്ടികളും മയക്കുമരുന്നിന് അടിമകളാണ്. കൃത്യമായിട്ട് ഹോസ്റ്റലിലൊക്കെ മയക്കുമരുന്ന് എത്തിച്ചു കൊടുക്കാൻ ആളുണ്ട്. ഇപ്പം ഈ ആദ്യമായിട്ട് ചേർന്ന ഫസ്റ്റ് ഇയർ കുട്ടികളെയൊക്കെ മയക്കുമരുന്ന് കഴിക്കാൻ ഈ പെൺകുട്ടികൾ നിർബന്ധിക്കുന്നു. അവൾ പറഞ്ഞു എനിക്ക് അവിടെ നിൽക്കാൻ പറ്റുകയില്ല. അങ്ങനെ കുട്ടിയെ പോയി കൊണ്ടുവന്നു, പുറത്ത് താമസമാക്കി. എന്തൊക്കെ പറഞ്ഞ ചെറിയ കാര്യങ്ങൾ, ഇതിലും വലിയ കാര്യങ്ങൾ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുക. അനേകം യുവാക്കന്മാര് മയക്കുമരുന്നിന്റെ, മദ്യത്തിന്റെ, തെറ്റായ ലൈംഗിക ബന്ധങ്ങളുടെ ജീവിതത്തിലൂടെയാണ് കടന്നു പോകുന്നത്. വളരെ മോശമായിട്ട് ജീവിക്കുന്ന ധാരാളം ആൺകുട്ടികളും പെൺകുട്ടികളും ഇന്ന് ഉണ്ട് എന്നുള്ളത് സത്യമാണ്. ഹല്ലേലൂയ. ഞാൻ പച്ചക്ക് ചില കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രം. ഒരു 3-4 മാസം മുൻപ് ഞാൻ കാനഡ, UK, ഓസ്ട്രിയ എല്ലാം ധ്യാനമുണ്ടായിരുന്നു. UK ഒരു ദേവാലയത്തില് ധ്യാനം, ഒരു ഈവനിങ് ധ്യാനം നടക്കുകയാണ്. ആ ധ്യാന സമയത്ത് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഒരു 13 പെൺകുട്ടികൾ അവര് ആ ഹോളില് പള്ളി വന്നിരുന്നു. അപ്പൊ അതിലൊരു കുട്ടിയെ കണ്ടപ്പോൾ കയറി വരുന്ന എന്നുള്ള പരിചയമുണ്ടല്ലോ എന്ന് എനിക്ക് തോന്നി, മനസ്സിലായി. അത് ശുശ്രൂഷ എല്ലാം കഴിഞ്ഞു, വചനപ്രഘോഷം, ആരാധന എല്ലാം കഴിഞ്ഞു. ഈ കുട്ടികളെല്ലാവരും എൻ്റെ അടുക്ക് വന്നൊരു മലയാളി പെൺകുട്ടികളാണ്. അവരവിടെ UK നഴ്സിംഗിന് പഠിക്കുന്നതാണ്. അതിലൊരു കുട്ടി, അവള് എന്നെ അറിയുന്ന, എൻ്റെ ധ്യാനം കൂടിയിട്ടുള്ള, അവിടെ അപ്പനെ അമ്മയൊക്കെ എനിക്കറിയാം. അവൾ വിട്ട് അവളെന്നോട് പറയാം, ബ്രദറെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്നിട്ട് അവള് പറയാ, ബ്രദർ ഉദ്ദേശിക്കുന്ന പോലെയൊന്നുമല്ല UK. ഞങ്ങളുടെ കൂടെ പഠിക്കുന്ന അനേകം പെൺകുട്ടികൾക്ക് ബോയ് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. അവരിങ്ങനെ അങ്ങ് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ 2-3 ദിവസം കഴിഞ്ഞാണ് വരുന്നത്. നാട്ടിൽ നിന്നൊക്കെ പഠിക്കാൻ പോയ പെൺകുട്ടിയുടെ കാര്യം പറയുന്നത്.
അപ്പൊ ഈ എൻ്റെ അടുക്ക വന്ന പെൺകുട്ടികള് നല്ല പെൺകുട്ടികളാ. അവര് പറയാ, ബ്രദറെ, ഞങ്ങളുടെ കൂടെ പഠിക്കുന്ന പല പെൺകുട്ടികളും കുത്തഴിഞ്ഞ ജീവിതമാ, വളരെ മോശമായിട്ടാ ജീവിക്കുന്നത് ആൺകുട്ടികളോടൊപ്പം. ഞാനിത് പച്ചക്കങ്ങ് പറഞ്ഞതേ ഉള്ളൂ. കാനഡയിൽ നിങ്ങൾ വിചാരിക്കുന്നു പോയിരിക്കുന്ന മക്കളൊക്കെ വിശുദ്ധരായിട്ടാ ജീവിക്കുന്നത്. പലതും അപ്പാർട്ട്മെന്റുകൾ വാടകയ്ക്കെടുത്തിട്ട് 3-4 പേരും ഒന്നിച്ചാ താമസിക്കുന്നത്. വിശുദ്ധിയൊന്നുമില്ല, എല്ലാം തീർന്നു. ലിവിങ് ടുഗദർ. കാനഡയിൽ നടക്കുന്നത്, UK നടക്കുന്നത് തന്നെയാ കേരളത്തില്, തൃശ്ശൂരും കൊച്ചിയിലും എറണാകുളത്തും തിരുവനന്തപുരത്തൊക്കെ നടക്കുന്നത്. പാപത്തിന് വ്യത്യാസമൊന്നുമില്ല. ഒത്തിരി അനുഭവങ്ങൾ പറയാൻ പറ്റാം. ഹല്ലേലൂയ. ജോർജിയ എന്നൊരു രാജ്യമുണ്ട്. കേട്ടിട്ടുണ്ടോ? ജോർജിയ കേട്ടിട്ടുണ്ടോ? എന്ന് കരവിത്ത് കാണിച്ച്. കേട്ടിട്ടുണ്ട്. ജോർജിയയിലേക്ക് അനേകം കുട്ടികള് മെഡിസിന് പഠിക്കാൻ പോയിട്ടുണ്ട്. കോട്ടയം കാടത്തിപ്പടി ക്രിസ്ത്യനില് നമ്മുടെ ധ്യാനം നടക്കുമ്പോൾ ധ്യാനിക്കാമെന്ന ഒരു പെൺകുട്ടി എൻ്റെ അടുക്കൽ വന്നു. അവൾ പറഞ്ഞു, ബ്രദറെ, എനിക്ക് പാപത്തിൽ നിന്ന് രക്ഷപ്പെടണം. അവിടെ ജോർജിയയില് മെഡിസിൻ പഠിക്കുക. സ്ഥലം ഞാൻ പറയുന്നില്ല. അവള് പറയാ, ഞങ്ങളുടെ സ്ഥലത്തുനിന്ന് ഞങ്ങൾ 4 പേരാ മെഡിസിന് പോയത്. 4 പേര് മെഡിസിന് പോയി. 3 പെൺകുട്ടികളും ഒരു ചെറുപ്പക്കാരനും. അവിടെ മെഡിസിൻ അഡ്മിഷൻ കിട്ടി. അവിടെ ചെന്നു. ഇവളിന്ന് ജീവിക്കുന്നത് ചെറുപ്പക്കാരൻ്റെ കൂടെയാണ്. അവളുടെ കൂട്ടുകാരികൾ വേറെ തരത്തിലാണ്. എന്നോട് പറഞ്ഞ കുത്തഴിഞ്ഞ ജീവിതമാണ്. മെഡിസിൻ പഠിക്കുന്ന പിള്ളേരാണ്. സ്വയം ഭോഗം, സ്വർഗഭോഗം. പല പെൺകുട്ടികളും സ്വർഗഭോഗികളാണ്. വൈറ്റ്സ് പെൺകുട്ടികൾ, ബ്ലാക്സ് പെൺകുട്ടികൾ, എല്ലാ തരത്തിലുള്ള പെൺകുട്ടികളും പല രാജ്യക്കാരുണ്ട്. കുത്തഴിഞ്ഞ ഒരു ജീവിതമാണ്. അത് പറയുക, എനിക്ക് ഇതിൽ നിന്നൊന്ന് രക്ഷപ്പെടണം. എൻ്റെ അപ്പനമ്മക്ക് നന്നായിട്ട് പ്രാർത്ഥിക്കുന്നവരാ. എന്നെയും അതുപോലെ പ്രാർത്ഥന വളർത്തിയതാ. ഞാനും ധ്യാനമൊക്കെ പലത് കൂടിയിട്ടുണ്ട്. പക്ഷെ ഞാൻ പെട്ടുപോയി. അവൾ പറയുക, എനിക്ക് പാപത്തിൽ നിന്ന് രക്ഷപ്പെടണം. പച്ചയായ കാര്യം പറയുന്നു. ജോർജിയയിലൊക്കെ മെഡിസിനുമായ പിള്ളേരുടെ കാര്യം പറയുന്നു. ആരുണ്ട് ചോദിക്കാൻ, പറയാൻ? അഴിഞ്ഞാടി ജീവിക്കുന്ന ധാരാളം കുട്ടികൾ. മാതാപിതാക്കൾ ചോദിക്കാനില്ല, നാട്ടുകാർ അറിയുന്നവരും കേൾക്കുന്നവരും ആരുമില്ല. തെറ്റായ ലൈംഗിക ബന്ധങ്ങളും മോശമായ ജീവിതം നിൽക്കുന്ന ധാരാളം കുട്ടികൾ. ഹല്ലേലൂയ. സ്വർഗഭോഗം. ഈ പെൺകുട്ടി പറഞ്ഞു, പല പെൺകുട്ടികളും സ്വർഗഭോഗത്തിന്റെ അടിമകളാണ്. പല പെൺകുട്ടികളും വ്യഭിചാരത്തിന്റെ അടിമകളാണ്. ചെറുപ്പക്കാരുടെ കൂടെ പോയി കഴിഞ്ഞാൽ അടിച്ചു പൊളിച്ചാണ് ജീവിക്കുന്നത്. ഇത് ജോർജിയയിലെ കാര്യമല്ല, കാനഡ, UK, നമ്മുടെ എവിടെ ചെന്നാലും ഇതന്നെ സ്ഥിതി. ഒരു കാര്യം സത്യമാണ്, അനേകം കുട്ടികൾ വഴിതെറ്റിപ്പോയിട്ടുണ്ട്. ആൺകുട്ടികളും പെൺകുട്ടികളും വഴിതെറ്റിപ്പോയിട്ടുണ്ട്. ഇനി എന്തിനാ അവിടെ പോന്ന്? ബാംഗ്ലൂരിലെ സ്ഥിതി എന്താ? ബാംഗ്ലൂരിലെ സ്ഥിതി കൈ നിറച്ചു പൈസ കിട്ടുവാൻ, വില കൂടിയ മൊബൈൽ മേടിക്കുവാൻ വേണ്ടി പല പെൺകുട്ടികളും തെറ്റായ ജീവിതം നയിക്കുന്നുണ്ട്. ഒരിക്കല് ബഹ്റിനിൽ ഞാൻ ധ്യാനത്തിൽ നിന്നപ്പോൾ അവിടെ എയർപോർട്ടിൽ ജോലിയുള്ള ഒരു ഉദ്യോഗസ്ഥൻ, അദ്ദേഹം ധ്യാനം കൊടുക്കുന്നുണ്ട്. എന്നിടയ്ക്ക് സംസാരിക്കാമെന്ന് പ്രാർത്ഥിക്കാനൊക്കെ അദ്ദേഹം പറയാ, ബ്രദറെ, വെള്ളിയാഴ്ച വൈകിട്ട് കേരളത്തിൽ നിന്ന് ബാംഗ്ലൂരിൽ നിന്നൊക്കെ പെൺകുട്ടികൾ ബഹ്റിൻ എയർപോർട്ടിൽ ഇറങ്ങും. വെള്ളി വൈകിട്ട്, ശനി വൈകിട്ട്, ഞായറാഴ്ച വൈകിട്ടത്തെ ഫ്ലൈറ്റ് പോരും. 2 രാത്രി. കൈ നിറച്ചു കാശ്, മൊബൈല്, ഈന്തപ്പഴം, ഇഷ്ടംപോലെ പൈസ ആയിട്ട് പോരും. ബാംഗ്ലൂരൊക്കെ പഠിക്കുന്ന കുട്ടികളെ 2 ദിവസത്തേക്ക് ബഹ്റിൻ, ദുബായ്. വീട്ടുകാരെ ആരറിയാനാ? നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. നാട്ടിൽ നിന്ന് ബാംഗ്ലൂർക്ക് വന്ന ടൂറിസ്റ്റ് ബസ്സുകൾ എന്തൊക്കെയാണ് നടക്കുന്നത്? ഞാനിതൊക്കെ ഒന്ന് ചെറുതായിട്ട് കുഞ്ഞു കാര്യങ്ങളെ പറഞ്ഞുള്ളൂ, അധികം ഞാൻ വിവരിക്കുന്നില്ല. ഇതുപോലെ നമ്മുടെ ആൺകുട്ടികളും പെൺകുട്ടികളും മയക്കുമരുന്നിനും സെക്സിനും മ്ലേച്ഛമായ ജീവിതത്തിനുമൊക്കെ അടിമകളായിട്ട് ജീവിക്കുന്നുണ്ട്. ചില കാര്യമൊക്കെ തലമറിച്ചു പോകും. അതുകൊണ്ട് പിള്ളേരെ മൊത്തം UK, കാനഡ, ജർമ്മനി അതിലേക്ക് വിട്ടിട്ട് ഇവിടെ എങ്ങനെ സ്വസ്ഥമായിട്ടിരിക്കും? എനിക്കറിയത്തില്ല. നല്ല കുട്ടികൾ ഒത്തിരി ഉണ്ട് കേട്ടോ. ഇത് ഞാൻ പറയുമ്പോഴും നല്ല കുടുംബത്തിൽ ജനിച്ച നല്ല പിള്ളേരുണ്ട്. അവരൊന്നും തെറ്റാ വഴി പോകത്തില്ല, അല്ലാത്തതൊക്കെ കൈവിട്ടു പോകും. അതുകൊണ്ട് നിങ്ങളുടെ മക്കളെ വിശ്വാസത്തില്, പ്രാർത്ഥനയില് വളർത്തണം.
ഒരു കുടുംബത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് സ്നേഹമാണ്. മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ആ സ്നേഹം. മക്കൾക്ക് എല്ലാം നേടിക്കൊടുക്കുന്നതല്ല സ്നേഹം എന്ന് പറയുന്നത്. മക്കൾ ചോദിക്കുന്നൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നതല്ല സ്നേഹം. അവരെ അച്ചടക്കത്തിലും ശിക്ഷണത്തിലും പ്രാർത്ഥനയിലും വിശ്വാസത്തിലും ബാല്യം മുതലേ വളർത്തിക്കൊണ്ടുവരണം. ഹല്ലേലൂയ. ഒരു നാളും നീ അനാഥനല്ല, ഒരു നാളും നീ അന്യനല്ല, ഒരു നാളും നീ അനാഥനല്ല.